ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം സായിറാം. നാം കുടുംബാംഗങ്ങൾക്കെല്ലാം എൻ്റെ ഓണാശംസകൾ. ഓണം എന്നുള്ള വാക്ക് എങ്ങനെയാണ് വന്നത്? തിരുവോണം എന്ന മലയാള നക്ഷത്രം തിരുവോണം, അത് ശരിക്ക് ശ്രാവണം എന്നാണ് സംസ്കൃത പേര്. ശ്രാവണം ചുരുക്കത്തിൽ ഓണമായി. അതിന് ബഹുമാനമായിട്ട് തിരു എന്ന് ചേർത്തു, അപ്പൊ തിരുവോണം. ഇതേപോലെ ആതിരയ്ക്ക് ബഹുമാനമായിട്ട് തിരു ചേർത്താൽ തിരുവാതിര, തിരുമേനി. അപ്പൊ തിരു എന്നുള്ള പദം ബഹുമാന സൂചകമായിട്ട് ചേർക്കുന്നതാണ്. അപ്പോ ഓണത്തിന് ബഹുമാന സൂചകമായിട്ട് തിരു ചേർത്തപ്പോൾ അത് തിരുവോണമായി. 3 അടി മണ്ണും വ്യാജിച്ച് മഹാബലിയെ സമീപിച്ച വാമനമൂർത്തി ഇന്നേ ദിവസമാണ് അവതരിച്ചത്. ശ്രാവണ മാസത്തിലെ തിരുവോണ ദിവസം, അതാണ് ഈ ഓണം. കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് ആഹ്ലാദം പങ്കിടുന്ന ഒരു മംഗള മുഹൂർത്തമാണ് ഈ ഓണക്കാലം. കുടുംബം എന്ന വാക്കിന് തന്നെ എന്താണ് അർത്ഥം? കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പം. കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ ഇമ്പം, അതാണ് ഈ കുടുംബം. അങ്ങനെ ഓണക്കാലത്ത് ആ ഇമ്പം ഇരട്ടിയാവും. അതാണ് ഓണത്തിന്റെ പ്രത്യേകത. ഫാമിലി എന്ന് നമ്മൾ പറയും. എന്താ അതിന്റെ അർത്ഥം? കുടുംബം. എന്താണ് ഈ ഫാമിലിയുടെ ഫുൾ ഫോം? എന്താ? FAMILY, ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. ഇതാണ് ഫാമിലി. ഫാദർ ആൻഡ് മദർ ഐ ലവ് യു. അങ്ങനെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ച് ആഹ്ലാദം പങ്കിട്ട് ഈ ഓണം കഴിഞ്ഞ് പിരിയുമ്പോൾ അടുത്ത ഓണം എന്നാണ് വരുന്നത് ആ ദിവസവും പ്രതീക്ഷിച്ചിട്ടാണ് അവരൊക്കെ പിരിയുക. ഈ ദിവസത്തിനെ മധുര പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കും. ഇപ്പോൾ കാലസ്ഥിതിക്കനുസരിച്ച് എല്ലാവർക്കും ഒന്നിച്ചു കൂടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ചിട്ടയനുസരിച്ച് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെയും കുടുംബാംഗങ്ങളെല്ലാം ബന്ധപ്പെടുന്നു. അതാണ് ഈ ഓണം. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെയും തൃക്കൂരപ്പന്റെയും അനുഗ്രഹങ്ങൾ ഉത്തരോത്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.